IPL-ൽ മുംബൈ ഇന്ത്യൻസിന്റെ വിജയക്കുതിപ്പ് തടയാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനും കഴിഞ്ഞില്ല. ഹാട്രിക് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലെത്തിയ ഹർദിക് പാണ്ഡ്യയും സംഘവും തുടരെ 4ാം ജയത്തോടെ പ്ലേ ഓഫിലേക്ക് യാത്രയിലാണ്. തികച്ചും ഏകപക്ഷീയമായ പോരാട്ടത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത്. SRH ആദ്യം ബാറ്റ് ചെയ്ത കളിയിൽ ആദ്യത്തെ 9 ഓവറിൽ തന്നെ മത്സരവിധി കുറിക്കപ്പെട്ടിരുന്നു. പിന്നീട് മുംബൈയുടെ വിജയം എത്ര ഓവറിൽ സംഭവിക്കുമെന്ന് മാത്രമേ അറിയേണ്ടതായുള്ളൂ. സാധാരണയായി റണ്ണൊഴുകാറുള്ള ഹൈദരാബാദിലെ പിച്ചിൽ 144 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് മുംബൈക്ക് SRH ടീം നൽകിയത്. മുൻ നായകൻ രോഹിത് ശർമ്മ 70 റൺസ് എടുത്ത് തുടരെ 2ാമത്തെ കളിയിലും ഫോം തുടർന്നപ്പോൾ മുംബൈ വെറും 15.4 ഓവറിൽ 3 വിക്കറ്റിന് വിജയത്തിലേക്ക് കുതിച്ചെത്തി. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒറ്റയടിക്കു മുംബൈ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 143 റൺസ് എന്ന ചെറിയ ടോട്ടൽ പ്രതിരോധിക്കവേ തുടക്കത്തിൽ തന്നെ 2-3 വിക്കറ്റുകൾ എടുത്താൽ മാത്രമേ സൺറൈസേഴ്സ് ഹൈദരാബാദിനു നേരിയ വിജയ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. റിയാൻ റിക്കൽട്ടനെ 11 റൺസിന്റെ 2ാം ഓവറിൽ തന്നെ പുറത്താക്കി മുംബൈ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാൻ SRH ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല. ഇതിന് പ്രധാന കാരണക്കാരൻ രോഹിത് ശർമ്മയായിരുന്നു. അഗ്രസീവ് ബാറ്റുമായി അദ്ദേഹം SRHന് കളിയിൽ പിടിമുറിക്കാനുള്ള ഒരവസരവും നൽകിയില്ല. 2ാം വിക്കറ്റിൽ വിൽ ജാക്സനോടൊപ്പം രോഹിത് 64 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ കളി മുംബൈയുടെ വരുതിയിലായിരുന്നു. ജാക്സ് 22 റൺസിന് പുറത്തായ ശേഷം സൂര്യകുമാർ യാദവിനോടൊപ്പം 53 റൺസിന്റെ മറ്റൊരു 50+ കൂട്ടുകെട്ടുമായി രോഹിത് അനായാസം ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. 46 ബോളിൽ 8 4-ഉം 3 6-ഉം ഉൾപ്പെട്ടതാണ് ഹിറ്റ്മാന്റെ ഇന്നിംഗ്സ്. 19 ബോളിൽ പുറത്താവാതെ 40 റൺസ് വാരിക്കൂട്ടിയ സൂര്യയും മുംബൈയുടെ വിജയം വേഗത്തിലാക്കി.